ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാമത്തെ അധ്യായം. ഇതിൽ പൃഥുചക്രവർത്തിയുടെ തപസ്സും വൈകുണ്ഠലോകപ്രാപ്തിയും ആണ് പറയുന്നത്. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ കൂടിയിട്ടാണ് അർത്ഥവ്യാപ്തി. 3 ശ്ലോകങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. മൈത്രേയ ഉവാച ദൃഷ്ട്വാത്മാനം പ്രവയസമേകദാ വൈന്യ ആത്മവാൻ ആത്മനാ വർദ്ധിതാശേഷസ്വാനുസർഗ പ്രജാപതി ജഗതസ്ഥസ്ഥുഷശ്ചാപി വൃത്തിതോ ധർമ്മഭൃത്സതാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥമിഹ ജന്മിവാൻ ആത്മജേഷ്വാത്മജാമ്യസ്യ വിരഹാദ്രുതദീമിവ പ്രജാസു വിമനസ്വേക സദാരോഗാത്തപോവനം. എന്നുകൂടി നോക്കാം. ദൃഷ്ട്വാത്മാനം പ്രവയസമേകദാ വൈന്യ ആത്മവാൻ ആത്മനാ വർദ്ധിതാശേഷസ്വാനുസർഗ പ്രജാപതി ജഗതസ്ഥസ്ഥുഷശ്ചാപി വൃത്തിദോ ധർമ്മഭൃത്സതാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥമിഹ ജന്മിവാൻ ആത്മജേഷ്വാത്മജാമ്യസ്യ വിരഹാദ്രുതദീമിവ പ്രജാസു വിമനസ്വേക സദാരോഗാത്തപോവനം. ദൃഷ്ട്വാത്മാനം പ്രവയസം ഏകദാ, ഒരിക്കൽ തന്നെ ഒരു വാർദ്ധക്യം പ്രാപിച്ചു എന്നത് കണ്ടിട്ട് വൈന്യഹ, ആ പൃഥുമഹാരാജാവ്, ആത്മവാൻ, ആത്മജ്ഞാനിയാണ് അദ്ദേഹം, ആത്മനാ സ്വയം വർദ്ധിതാശേഷസ്വാനുസർഗ പ്രജാപതി, തന്നാൽ സമ്പുഷ്ടമാക്കപ്പെട്ട അനുസർഗങ്ങളോടുകൂടി, അനുസർഗങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ കൃഷി ധനധാന്യാദികളുടെ ഉൽപ്പാദനം, അതുപോലെ പുരങ്ങളെ ഗ്രാമങ്ങളെ ഇവയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതിനെയൊക്കെയാണ്, അതുപോലെയുള്ള ആ പരിഷ്കാരങ്ങൾ, ലോകത്തിലുണ്ടാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, അവയാണ് സ്വാനുസർഗം എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നാൽ പുഷ്ടിക്കപ്പെട്ട, തന്നാൽ പോഷിപ്പിക്കപ്പെട്ട ആ അനുസർഗങ്ങളോടുകൂടി ആളായതുകൊണ്ട് അദ്ദേഹം പ്രജാപതിയായി. പ്രജാപതി ജഗത്, അങ്ങനെ ആയപ്പോൾ ജഗതസ്ഥസ്ഥുഷശ്ചാപി, സകല സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന സർവ ജീവജാലങ്ങൾക്കും വൃത്തിതോ ഉപജീവനം ലഭിച്ചു. ധർമ്മഭൃത് സദാം, സത്തുക്കൾക്കാകട്ടെ ആ ധർമ്മത്തെ ലഭിച്ചു. നിഷ്പാദിതേശ്വരാദേശോ, എന്തിനാണോ തന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് ആ ഭഗവാന്റെ ആ ആദേശത്തെ വേണ്ട വിധത്തിൽ നടപ്പിലാക്കി. യദർത്ഥമിഹ ജന്മിവാൻ, അതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് ആത്മജേഷ്വാത്മജാം, തൻ്റെ കുട്ടികളുടെ കയ്യിൽ ആത്മജാം, ആ പുത്രിയുടെ, തൻ്റെ പുത്രിയായിരിക്കുന്ന ആ ഭൂമിദേവിയുടെ ഭാരം ഏൽപ്പിച്ചു. ന്യസ്യ, എങ്ങനെയുള്ള ഭൂമിദേവിയാണ്? തൻ്റെ ആ വേർപാടിനെ കണ്ടിട്ട് വിരഹാദ്രുതീമിവ, വിരഹം കൊണ്ട് കരയുന്നവളാണോ എന്ന് തോന്നുന്ന ആ ഭൂമിദേവിക്ക് തൻ്റെ പുത്രന്മാരിൽ ആ ഭാരം ഏൽപ്പിച്ചിട്ട് പ്രജാസു വിമനസ്വേക, അപ്പോൾ ആ പ്രജകർക്കുണ്ടായിട്ടുള്ള വിഷമത്തോടു കൂടിയിട്ട് അവർ ഇരിക്കുന്ന സമയത്ത് സദാരോ, പത്നി സമേതനായിട്ട് അദ്ദേഹം സദാരോഗാത് തപോവനം, അഗാത്, ആ തപോവനത്തിലേക്ക് അദ്ദേഹം യാത്രയായി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നമുക്ക് നോക്കാം. ആത്മന, തന്നാൽ, വർദ്ധിതാശേഷസ്വാനുസർഗ, പോഷിപ്പിക്കപ്പെട്ട് സ്വായത്തമാക്കിയിരിക്കുന്ന അനുസർഗത്തോടുകൂടിയും, ജഗതഃ തസ്ഥുഷഃ ച അപി, ജംഗമങ്ങൾക്കും സ്ഥാവരങ്ങൾക്കും വൃത്തിദഃ, ഉപജീവനദാതാവെന്ന നിലയ്ക്ക്, പ്രജാപതിയായിട്ടും, സതാം, സത്തുക്കൾക്ക് ധർമ്മഭൃത്, ധർമ്മത്തെ നടപ്പിലാക്കിയവനും ആയും, ഇങ്ങനെ യദർത്ഥം, യാതൊന്നിനു വേണ്ടി, ഇഹ, ഇവിടെ, ജന്മിവാൻ, ജനിച്ചുവോ, നിഷ്പാദിതേശ്വരാദേശ, ആ ഈശ്വരാജ്ഞയെ, ആ ഈശ്വര നിർദ്ദേശത്തെ പൂർണ്ണമായും നിർവഹിച്ചവനായും ഭവിച്ചവനും, ഒരു ആത്മവാൻ, ആത്മജ്ഞാനിയും ആയിരിക്കുന്ന വൈന്യഹ, പൃഥുചക്രവർത്തി, ഏകദാ, ഒരിക്കൽ, ആത്മാനം, തന്നെ, പ്രവയസം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, തന്നെ വാർദ്ധക്യം പ്രാപിച്ചു എന്ന് കണ്ട്, പ്രാപിച്ചവനായിട്ട്, ദൃഷ്ട്വ, മനസ്സിലാക്കിയിട്ട്, വിരഹത്താൽ രുദതീം ഇവ, കരയുകയാണെന്ന് തോന്നുന്നവളും, ആത്മജാം, പുത്രിയുമായിരിക്കുന്ന ഭൂമിയെ,
ആത്മജേഷു പുത്രന്മാരിൽ ന്യസ്യ പുത്രന്മാരിൽ ആ ഭാരം ഏൽപ്പിച്ച്, ആത്മജേഷു ന്യസ്യ പുത്രന്മാരിൽ ഭാരമേൽപ്പിച്ച്, പ്രജാസു വിമനസ്സു ആ പ്രജകൾ ആ മനോവിഷമത്തോടു കൂടിയിരിക്കവേ, സദാരഹ പത്നീസമേതനായിട്ട്, ഏകഹ വേറെ ആരും ഇല്ലാതെ മറ്റാരുമില്ലാതെ ഏകനായിട്ട്, തപോവനത്തിലേക്ക് അഗാത് യാത്രയായി. ഒന്നുകൂടി ഇതിൻ്റെ അന്വയം പറയാം, അല്ല ആ പദങ്ങൾ പറയാം. ആത്മന തന്നാൽ, വർദ്ധിതാശേഷസ്വാനുസർഗ പോഷിപ്പിക്കപ്പെട്ട് സ്വായത്തമാക്കിയിരിക്കുന്ന അനുസർഗത്തോടുകൂടിയും, ജഗതഃ തസ്ഥുഷഃ ച അപി ജംഗമങ്ങൾക്കും സ്ഥാവരങ്ങൾക്കും, വൃത്തിദഃ ഉപജീവനദാതാവെന്ന നിലയ്ക്ക്, പ്രജാപതിയായും, സതാം സത്തുക്കൾക്ക് ധർമ്മഭൃത് ധർമ്മത്തെ നടത്തിയവനായും, ഇങ്ങനെ യദർത്ഥം യാതൊന്നിനു വേണ്ടി ഇഹ ഇവിടെ ജനിവാൻ ജനിച്ചുവോ, നിഷ്പാദിതേശ്വരാദേശ ആ ഈശ്വര നിർദ്ദേശം പൂർണ്ണമായും നിർവഹിച്ചവനായും ഭവിച്ചവനും, ആത്മവാൻ ആത്മജ്ഞാനിയും ആയിരിക്കുന്ന വൈന്യഹ ആ പൃഥുചക്രവർത്തി, ഏകദ ഒരവസരത്തിൽ, ആത്മാനം തന്നെ, പ്രവയസം വാർദ്ധക്യത്തെ പ്രാപിച്ചവനായിട്ട്, ദൃഷ്ട്വാ മനസ്സിലാക്കിയിട്ട്, വിരഹത്താൽ, രുദതീം ഇവ കരയുകയാണെന്ന് തോന്നുന്നവളും, ആത്മജാം പുത്രിയുമായിരിക്കുന്ന ഭൂമിയെ, ആത്മജേഷു പുത്രന്മാരിൽ ന്യസ്യ ഭാരം ഏൽപ്പിച്ച്, പ്രജാസു പ്രജകൾ, വിമനസ്സു മനോവിഷമത്തോടു കൂടിയിരിക്കവേ, സദാരഹ പത്നീസമേതനായിട്ട്, ഏകഹ വേറെ മറ്റാരുമില്ലാതെ, തപോവനത്തിലേക്ക് അഗാത് യാത്രയായി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട്, ആത്മന വർദ്ധിതാശേഷസ്വാനുസർഗ ജഗതഃ തസ്ഥുഷഃ ച അപി വൃത്തിദഃ പ്രജാപതിഃ സതാം ധർമ്മഭൃത് യദർത്ഥം ഇഹ ജനിവാൻ നിഷ്പാദിതേശ്വരാദേശഃ ആത്മവാൻ വൈന്യഃ ഏകദാ ആത്മാനം പ്രവയസം ദൃഷ്ട്വാ വിരഹാത് രുദതീം ഇവ ആത്മജാം ആത്മജേഷു ന്യസ്യ പ്രജാസു വിമനസ്സു സദാരഹ ഏകഃ തപോവനം അഗാത്. ഒന്നുകൂടി പറയാം. ആത്മനാ വർദ്ധിതാശേഷസ്വാനുസർഗ ജഗതഃ തസ്ഥുഷഃ ച അപി വൃത്തിദഃ പ്രജാപതിഃ സതാം ധർമ്മഭൃത് യദർത്ഥം ഇഹ ജനിവാൻ നിഷ്പാദിതേശ്വരാദേശഃ ആത്മവാൻ വൈന്യഃ ഏകദാ ആത്മാനം പ്രവയസം ദൃഷ്ട്വാ വിരഹാത് രുദതീം ഇവ ആത്മജേഷു ന്യസ്യ പ്രജാസു വിമനസ്സു സദാരഃ ഏകഃ തപോവനം അഗാത്. ജിതേന്ദ്രിയനായിരിക്കുന്ന ആ പൃഥുചക്രവർത്തിക്ക് ഒരവസരത്തിൽ തനിക്ക് ആ വാർദ്ധക്യം ബാധിച്ചു എന്ന്. അപ്പം ഇവിടെ പറയും തന്നാൽ പോഷിപ്പിക്കപ്പെട്ട് സ്വായത്തമാക്കിയിരിക്കുന്ന അനുസർഗത്തോടുകൂടിയും ജംഗമങ്ങൾക്കും സ്ഥാവരങ്ങൾക്കും ഉപജീവനദാതാവും ആയും എന്ന നിലയ്ക്ക് പ്രജാപതിയായും സത്തുക്കൾക്ക് ധർമ്മത്തെ നടത്തിയവനായും ഇങ്ങനെ യാതൊന്നിനു വേണ്ടി ഇവിടെ ജനിച്ചുവോ ആ ഈശ്വര നിർദ്ദേശം പൂർണ്ണമായും നിർവഹിച്ചവനായും ഭവിച്ചവനും അതുപോലെ ആത്മജ്ഞാനിയും ആയിരിക്കുന്ന ആ പൃഥുചക്രവർത്തി ഒരവസരത്തിൽ തന്നെ ആ വാർദ്ധക്യത്തെ പ്രാപിച്ചവനായിട്ട് മനസ്സിലാക്കിയിട്ട് വിരഹത്താൽ കരയുന്നവളെന്ന് തോന്നുന്നവളും പുത്രിയും ആയിരിക്കുന്ന ആ ഭൂമിയെ പുത്രന്മാരിൽ ഭാരം ഏൽപ്പിച്ച് ആ പ്രജകൾ മനോവിഷമത്തോടു കൂടിയിരിക്കവേ പത്നി സമേതനായിട്ട് വേറെ മറ്റാരുമില്ലാതെ ആ തപോവനത്തിലേക്ക് അദ്ദേഹം യാത്രയായി വാനപ്രസ്ഥം സ്വീകരിച്ചു എന്നർത്ഥം. അപ്പോൾ ജിതേന്ദ്രിയനായിരിക്കുന്ന ആ പൃഥുചക്രവർത്തിക്ക് ഒരവസരത്തിൽ തനിക്ക് വാർദ്ധക്യം ബാധിച്ചു എന്ന് മനസ്സിലായി. തന്നാൽ ആ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം അഭിവൃദ്ധി പ്രാപിച്ചു കഴിഞ്ഞു. സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന സർവ്വതിനും ഉപജീവനമാർഗം നൽകിക്കഴിഞ്ഞു. സജ്ജനങ്ങൾക്ക് ആ ധർമാചരണം ഉറപ്പിച്ചു. ഇങ്ങനെ ആ ഈശ്വരൻ്റെ യാതൊരാജ്ഞയെ പരിപാലിക്കാനാണോ താൻ ജനിച്ചത് അവയെല്ലാം നിർവഹിക്കപ്പെട്ടു. അനന്തരം തൻ്റെ വിരഹത്താൽ നിലവിളിക്കുന്നവളും
പുത്രിയായിട്ട് അംഗീകരിച്ചവളുമായിരിക്കുന്ന ഭൂമിയെ പുത്രന്മാരിൽ ഭാരമേൽപ്പിച്ചു. പ്രജകൾക്കും തൻ്റെ വേർപാട് സങ്കടമാണ്. എന്നിട്ടും മറ്റാരുടെയും സഹായം കൂടാതെ പത്നി സമേതനായിട്ട് വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിച്ച് തപോവനത്തിലേക്ക് യാത്രയായി. അപ്പോൾ ഈ അനുസർഗങ്ങൾ എന്ന് പറയുന്നത് ധനധാന്യാദികളുടെ ഉൽപ്പാദനം, കൃഷി തുടങ്ങിയിട്ടുള്ള പുതിയ പുതിയ ലോകപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഉണ്ടായത്. അതുപോലെ പുരഗ്രാമാദി വിഭജനം, ഗ്രാമങ്ങൾ പട്ടണങ്ങൾ തുടങ്ങിയിട്ടുള്ളവയുടെയൊക്കെ വിഭജനങ്ങളൊക്കെ ആ സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഭൂമിക്ക് ആ പൃഥ്വി എന്ന നാമധേയം സിദ്ധിച്ചത് തന്നെ ആ പൃഥുവിൻ്റെ ദുഹിതൃഭാവം കൊണ്ടാണ് എന്ന് ആ മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. ദുഹിതൃത്വം ഗതാ യസ്മാത് പൃഥോർ ധർമ്മവതോ മഹീ തദാനുരാഗയോഗാച്ച പൃഥ്വി വിശ്രുതാബുധൈ. മത്സ്യപുരാണത്തിൽ ദോഹനം ചെയ്യപ്പെട്ടവളെന്നും പുത്രീഭാവത്തിൽ സ്വീകരിച്ചപ്പെട്ടവളെന്നും രണ്ട് പ്രകാരത്തിൽ അർത്ഥം കൽപ്പിക്കാം. ഈ ഭാവം ലാക്ഷണികമാണ്. രാജ്യഭാരം പുത്രന്മാരെ ഏൽപ്പിച്ചു എന്നാണ് അർത്ഥം. പൃഥു പത്നി സമേതനായിട്ടാണ് വാനപ്രസ്ഥം സ്വീകരിച്ചതെന്ന് പറഞ്ഞുവല്ലോ. ഇത് വൈകൽപ്പികമായിരിക്കുന്ന ഒരു വിധിയാണ്. സന്ധ്യജ്യ ഗ്രാമ്യമാഹാരം സർവം ചൈവ പരിച്ഛദം പുത്രേഷു ഭാര്യാം നിക്ഷിപ്യ വനം ഗച്ഛേൽ സഹൈവ വാ. മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. സുതവിന്യസ്തപത്നീകസ്തയാ വാനുഗതോ വനം വാനപ്രസ്ഥോ ബ്രഹ്മചാരി സാഗ്നി സോപാസനോ വ്രജേത്. അത് യാജ്ഞവൽക്ക സ്മൃതിയിലുള്ളതാണ്. വനം വിവിക്ഷു പുത്രേഷു ഭാര്യാന്യസ്യ സഹൈവ വാ. ഭാഗവതത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിൽ പറയുന്നത് അതിനാൽ പത്നിയെ പുത്രന്മാരുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പത്നിയോട് കൂടിയവനായിട്ടോ വാനപ്രസ്ഥം സ്വീകരിക്കാം എന്നുള്ളതാണ് ഭാഗവത പ്രകാരം പറയുന്നത്. അപ്പോൾ ധീരനും താൻ സൃഷ്ടിച്ച പുരഗ്രാമാദികളെല്ലാം അഭിവൃദ്ധിപ്പെടുത്തി സ്ഥാപന ജംഗമങ്ങൾക്കെല്ലാം ജീവിതമാർഗം കൊടുത്ത് അനുഗ്രഹിച്ചവനും ലോകനന്മയ്ക്ക് സജ്ജനധർമ്മം അനുഷ്ഠിക്കുന്നവനും ആയിരിക്കുന്ന പൃഥു ഭഗവത് കൽപ്പന നിർവഹിച്ച് അവതാരോദ്ദേശം നിവർത്തിച്ച് തൻ്റെ ആ വിയോഗത്താൽ കരയുന്നോ എന്ന മട്ടിലുള്ള ആ പുത്രീ തുല്യമായിരിക്കുന്ന ആ ഭൂമിയെ പുത്രന്മാരിൽ ഏൽപ്പിച്ച് പ്രജകളാകെ ആ വിയോഗത്തിൽ വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പത്നിയോട് കൂടിയിട്ട് വേറെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ തനിയെ തപോവനത്തിലേക്ക് പോയി. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. തനിക്ക് ആ വയസ്സ് അധികം ആയിരിക്കുന്നു എന്ന് ആലോചിച്ച് പൃഥു ചക്രവർത്തി വിഷയാശകൾ വിട്ടിരിക്കുന്ന ആത്മജ്ഞാനിയായിരുന്നു. അതിനാൽ ആ പുത്രന്മാരിൽ രാജ്യഭാരത്തെ ഏൽപ്പിച്ചിട്ട് അകമ്പടിയൊന്നും കൂടാതെ ആ ഭാര്യയെ മാത്രം ഒരുമിച്ച് കൂട്ടിയിട്ട് തപോവനത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ആ സമ്പാദിക്കപ്പെട്ട അന്നാദി വസ്തുക്കളുടെയും പ്രജകളുടെയും അഭിവൃദ്ധിക്ക് ഉപകരിക്കുന്ന ധർമ്മമാർഗങ്ങളെ അദ്ദേഹം രാജ്യത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയിട്ടാണ് ശരീരത്തെ സ്വീകരിച്ച് അവതരിച്ചത്. സജ്ജനങ്ങൾക്ക് അനുഷ്ഠിക്കേണ്ടതായ പദ്ധതി ഇളക്കം തട്ടാത്ത വിധം അതിൽ ഉറപ്പുവരുത്തി. അതുതന്നെയാണ് തപസ്സു ചെയ്ത സമയം പ്രത്യക്ഷനായിരിക്കുന്ന ഭഗവാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നത്. അതുതന്നെയാണ് സത്തുക്കൾക്ക് വേണ്ടിയിട്ട് ആ ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ ഒരു പുത്രിയെപ്പോലെ കരുതിയിരുന്ന ഭൂമിയെ ധർമ്മം തെറ്റാതെ പരിപാലിപ്പാനായിട്ട് പുത്രന്മാരിൽ സമർപ്പിച്ചു. അദ്ദേഹം രാജ്യഭാരത്തിൽ നിന്ന് ഒഴിയുന്ന സമയം പ്രജകൾ വളരെ ദുഃഖിച്ചു. എങ്കിലും വാർദ്ധക്യത്തിൽ രാജാക്കന്മാർ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന സമ്പ്രദായത്തെ ലോകത്തിൽ അനുഷ്ഠാനദ്വാര ഉറപ്പിക്കുവാൻ വേണ്ടി അകമ്പടികളൊന്നും കൂടാതെ ആ ഭാര്യ മാത്ര സഹായനായിട്ട് തപോവനത്തെ പ്രാപിച്ചു. ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. ത്രയോവിംശേ
സഭാര്യസ്യ വനേ നിത്യസമാധിത. 23-ാമത്തെ അധ്യായത്തിൽ സഭാര്യസ്യ ഭാര്യയോട് കൂടിയിട്ട് വനത്തിൽ പോയിട്ട് നിത്യസമാധിതൻ ആയി. ഈ വിമാനമധിരുഹ്യാഥ വിമാനത്തിൽ കയറിയിട്ട് വൈകുണ്ഠഗതിരീര്യത്തെ വൈകുണ്ഠഗതിയെ പ്രാപിച്ചു. പറയണ മൈത്രേയ ഉവാച ഹേ വിതുര, അല്ലയോ വിതുര, വൈന്യഃ ആ പൃഥുചക്രവർത്തി ഏകദ ഒരിക്കൽ ആത്മാനം വൃദ്ധം ദൃഷ്ട്വ തന്നെ വൃദ്ധനായിട്ട് കണ്ടിട്ട് ജഗാദ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അഹം യദർത്ഥമിഹ ജാതഃ ഞാൻ എന്തിനാണോ ഇവിടെ ജനിച്ചിരിക്കുന്നത് സസർഗോ ആ കാര്യങ്ങളെല്ലാം മയാ വർദ്ധിത എന്നാൽ പോഷിപ്പിക്കപ്പെട്ടു. ഈശ്വരാദേശോ നിഷ്പാദിത ഈശ്വരാദേശങ്ങളെ വേണ്ട വിധത്തിൽ അനുസരിച്ചു. ഇതി വിചാര്യ പുത്രേഷു ഇപ്രകാരം വിചാരിച്ചിട്ട് ആ പുത്രന്മാരെ രാജ്യം കൃത്വ രാജ്യം ഏൽപ്പിച്ചിട്ട് പ്രജാസു വിമനസ്സു പ്രജകള് വിഷമിച്ചുകൊണ്ടിരിക്കെ സതീഷു സതിയായിരിക്കുന്ന സദാരസ്തപോ തൻ്റെ ആ പത്നിയോട് കൂടിയിട്ട് തപോവനം ജഗാമ തപോവനത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ത്രയോവിംശേ സഭാര്യസ്യ വനേ നിത്യസമാധിത വിമാനമധിരുഹ്യാഥ വൈകുണ്ഠഗതിരീര്യതേ. മൈത്രേയ ഉവാച ഹേ വിതുര വൈന്യഃ ഏകദാത്മാനം വൃദ്ധം ദൃഷ്ട്വാ ജഗാദ. പൃഥുമഹാരാജാവ് ഒരിക്കൽ താൻ വൃദ്ധനായിട്ട് കണ്ട് തന്നെ വൃദ്ധനായിട്ട് കണ്ടിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അഹം യദർത്ഥമിഹ ജാതഃ ഞാൻ എന്തിനാണോ ഇവിടെ ജനിച്ചിരിക്കുന്നത് സത് സർഗോമയ വർദ്ധിത ആ കാര്യങ്ങളെയൊക്കെ ഞാൻ വളരെയധികം പോഷിപ്പിക്കപ്പെട്ടു. ഈശ്വരാദേശോ നിഷ്പാദിക ഈശ്വരാജ്ഞ എപ്രകാരമാണോ അതിന് അനുസരിച്ച് വേണ്ട വിധത്തിൽ അതിനെയൊക്കെ പരിപാലിച്ചു. ഇതി വിചാര്യ പുത്രേഷു രാജ്യം കൃത്വ ഇപ്രകാരം വിചാരിച്ചിട്ട് ആ പുത്രന്മാരിൽ രാജ്യഭരണം ഏൽപ്പിച്ച് പ്രജാസു വിമനസ്സു പ്രജകൾ വിഷമിച്ചിരിക്കെ സതീഷു ഭാര്യയായിരിക്കുന്ന ആ അർച്ചിസിനോട് കൂടിയിട്ട് ആ തപോവനത്തിലേക്ക് അദ്ദേഹം എന്തിനു പോയി? തപോവനം ജഗാമ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാതിട്ട് ആ വ്യാഖ്യാനം ഹേ വിതുര വൈന്യഃ ഏകദാത്മാനം വൃദ്ധം ദൃഷ്ട്വാ ജഗാദ അഹം യദർത്ഥമിഹ ജാതഃ സസർഗോ മയാ വർദ്ധിതഃ ഈശ്വരാദേശോ നിഷ്പാദിതഃ ഇതി വിചാര്യ പുത്രേഷു രാജ്യം കൃത്വാ പ്രജാസു വിമനസ്സു സതീഷു സദാരസ്തപോവനം ജഗാമ ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം 3 ശ്ലോകങ്ങൾ ഒരുമിച്ചുള്ള വ്യാഖ്യാനമാണ് അത്. അപ്പോൾ അടുത്ത 4-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. തത്രാപ്യദാഭ്യനിയമോ വൈഖാനസ സുസമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുര. തത്രാപ്യദാഭ്യനിയമോ വൈഖാനസ സുസമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുര. തത്ര അപി അവിടെ ആകട്ടെ പണ്ട് സ്വവിജയേത് യഥാ തൻ്റെ ആ ദിഗ്വിജയത്തിൽ എന്ന പോലെ അദാഭ്യനിയമ വിഘ്നം ബാധിക്കാത്ത വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് വൈഖാനസ സുസമ്മതേ വാനപ്രസ്ഥന്മാർക്ക് സുസമ്മതനായിരിക്കുന്ന ഉഗ്രതപസ്സിൽ ആരംഭിച്ചു. അപ്പം ഇദ്ദേഹം ആ കാട്ടിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് തത്രാപ്യ അവിടെ ആകട്ടെ തത്രാപ്യദാഭ്യനിയമോ തത്ര അപി അവിടെ ആകട്ടെ അദാഭ്യനിയമ വിഘ്നം ഒന്നും ബാധിക്കാത്ത വ്രതാനുഷ്ഠാനത്തോടുകൂടി കാട്ടിൽ വിഘ്നങ്ങളൊന്നുമില്ല പ്രാർത്ഥിച്ചിരിക്കാൻ ധ്യാനിച്ചിരിക്കാൻ അല്ലെങ്കിൽ തപസ് ചെയ്യാൻ. അപ്പോൾ ആ വിഘ്നം ബാധിക്കാത്ത ആ വ്രതാനുഷ്ഠാനത്തോടുകൂടി വൈഖാനസ സുസമ്മതേ വാനപ്രസ്ഥന്മാർക്ക് സുസമ്മതൻ ആ വാനപ്രസ്ഥന്മാർക്ക് ഇടയിൽ സുസമ്മതനാണ് ആര്? ആ പൃഥു മഹാരാജാവ്. സുസമ്മതേ ആരബ്ധ അദ്ദേഹം എന്ത് ചെയ്തു?
അവിടെ വെച്ചിട്ട് ഉഗ്രതപസി, ഉഗ്രമായിരിക്കുന്ന തപസ്സിനെ ആഗ്രഹിച്ചു. യഥാ സ്വവിജയേ പുര, തൻ്റെ ആ ദിഗ്വിജയത്തിൽ എന്ന പോലെ, ദിഗ്വിജയത്തിലും താൻ വളരെ കണിശമായിട്ടുള്ള ആ തപസ്സാണ് അദ്ദേഹം അവിടെ ചെയ്തത്. അതുപോലെ വേണ്ട വിധത്തിൽ ദിഗ്വിജയം ചെയ്ത് ജയിച്ചു, രാജ്യങ്ങളെ ജയിച്ചു. അതുപോലെ വളരെ കാര്യമായിട്ട് ഉഗ്രമായ തപസ് അദ്ദേഹം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അതിലത്തെ പദങ്ങളെ തത്ര അപി, അവിടെയാകട്ടെ, പുരാ പണ്ട്, സ്വവിജയേ യഥാ, സ്വവിജയേ യഥാ, തൻ്റെ ആ ദിഗ്വിജയത്തിൽ എന്ന പോലെ, ദിഗ്വിജയത്തിൽ എപ്രകാരമാണോ താൻ വിജയിച്ചത് അതുപോലെ, അദാഭ്യനിയമ, അവിടെ അങ്ങനെ വിഘ്നങ്ങളൊന്നും ബാധിക്കാത്ത, ആ ദിഗ്വിജയത്തിൽ വിഘ്നങ്ങളൊക്കെ വന്നിരുന്നു, അതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ചു. ഇവിടെ ആ വിഘ്നം ബാധിക്കാനുള്ള ആ സന്ദർഭമില്ല, വനത്തിലാണ്. അപ്പോൾ വിഘ്നം ബാധിക്കാത്ത വ്രതാനുഷ്ഠാനത്തോടു കൂടെ വൈഖാനസ സുസമ്മതേ, ആ വാനപ്രസ്ഥന്മാർക്ക് സുസമ്മതനായിരിക്കുന്ന ആ രാജാവ് ഉഗ്രതപസ്സിൽ ഉഗ്രതപസ് ആരബ്ധ, ആരംഭിച്ചവനായി. എന്നുകൂടി പറയാം. അതിലത്തെ പദങ്ങളെ തത്ര അപി, അവിടെയാകട്ടെ, പുര പണ്ട്, സ്വവിജയേ യഥ, തൻ്റെ ദിഗ്വിജയത്തിൽ എന്ന പോലെ, അദാഭ്യനിയമ, വിഘ്നം ബാധിക്കാത്ത വ്രതാനുഷ്ഠാനത്തോടുകൂടെ, വൈഖാനസ സുസമ്മതേ, വാനപ്രസ്ഥന്മാർക്ക് സുസമ്മതനായിരിക്കുന്ന ഉഗ്രതപസ് ആരബ്ധ, ആരംഭിച്ചവനായി. അപ്പോൾ തന്വയം തത്ര അപി പുരാ സ്വവിജയേ യഥ അദാഭ്യനിയമ വൈഖാനസ സുസമ്മതേ ഉഗ്രതപസി ആരബ്ധ. എന്നുകൂടി പറയാം. തത്ര അപി പുരാ സ്വവിജയേ യഥാ അദാഭ്യനിയമ വൈഖാനസ സുസമ്മതേ ഉഗ്രതപസി ആരബ്ധ. അവിടെയാകട്ടെ, പണ്ട് തൻ്റെ ആ ദിഗ്വിജയത്തിൽ എന്ന പോലെ വിഘ്നം ബാധിക്കാത്ത വ്രതാനുഷ്ഠാനത്തോടുകൂടെ ആ വാനപ്രസ്ഥന്മാർക്ക് സുസമ്മതനായിരിക്കുന്ന ആ രാജാവ് ഉഗ്രതപസ് ആരംഭിച്ചവനായി. ആരംഭിച്ചു എന്നാണ് പറയുന്നത്. തപോവനത്തിൽ ചെന്ന് വാനപ്രസ്ഥന്മാർക്ക് വിധിക്കപ്പെട്ട നിയമങ്ങൾക്ക് ന്യൂനത സംഭവിക്കാത്ത വിധം ഉഗ്രതപസ് ആരംഭിച്ചു. ഭരണകാലത്ത് തൻ്റെ വിജയത്തിന് പതിപ്പിച്ചിരുന്ന അത്ര തന്നെ ശ്രദ്ധയും ഏകാഗ്രതയും ആ വാനപ്രസ്ഥത്തിലും അദ്ദേഹം അനുവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് സ്വവിജയേ പുരാ, പണ്ട് തൻ്റെ ആ വിജയത്തിൽ അതുപോലെ തപസ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ തപസ്സും അദ്ദേഹം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മുമ്പ് തൻ്റെ ആ ഭൂമണ്ഡല വിജയത്തിൽ എന്ന പോലെ ആ തപോവനത്തിൽ വാനപ്രസ്ഥന്മാർക്ക് ഏറ്റവും സമ്മതമായിരിക്കുന്ന ഉഗ്രതപസ്സിൽ ഒരു വിഘ്നത്തിനും നശിപ്പിക്കാൻ കഴിയാത്ത നിയമങ്ങളോടെ കഴിഞ്ഞുകൂടി. അപ്പോൾ തപോവനത്തിൽ പ്രവേശിച്ച ശേഷം ആ സാധനാദശയെ അഭ്യസിച്ചുകൊണ്ട് ആ മോക്ഷത്തെ പ്രാപിച്ച രീതിയെ ഇനി മുതൽ ആ ഒരു 15 ശ്ലോകങ്ങളിൽ അതിനെ പറ്റിയിട്ട് വിവരിക്കുകയാണ് ചെയ്യുന്നത്. തപോവനത്തിൽ പ്രവേശിച്ച ശേഷം വിഘ്നങ്ങൾക്ക് തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത വിധം ശ്രദ്ധയോടുകൂടി ആ വാനപ്രസ്ഥാശ്രമികൾക്ക് ഏറ്റവും സമ്മതമായിരിക്കുന്ന ആ തപസ്സിൽ ഏർപ്പെട്ടു. ഗൃഹസ്ഥനായിരിക്കുന്ന കാലത്തിൽ ആ രാജ്യപരിപാലനാദികളായിരിക്കുന്ന സ്വധർമ്മത്തിൽ എത്രത്തോളം ശ്രദ്ധ വെച്ചിരുന്നുവോ അത്രത്തോളം ശ്രദ്ധ ഈ മൂന്നാമത്തെ ആശ്രമത്തിൽ വിജയം സമ്പാദിപ്പാൻ വേണ്ടിയും സ്വീകരിച്ച് സമുചിത നിയമാദികളെ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ വ്യാഖ്യാനം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമ്മൾക്ക്. തത്ര വാനപ്രസ്ഥാനാം സമ്മതം, അവിടെ പ്രസ്ഥാനം ചെയ്യുന്നവർക്ക് സമ്മതമായിരിക്കുന്ന തപസ് ആരബ്ധവാൻ, ആരംഭിച്ചു അത്രേ പറഞ്ഞിട്ടുള്ളൂ. തത്ര അവിടെ വാനപ്രസ്ഥാനാം സമ്മതം,
സ്ത്രീകൾക്ക് സമ്മതമായിരിക്കുന്ന തപഹ ആരബ്ധവാൻ, തപസ്സിനെ ആരംഭിച്ചു. അവിടെ വാനപ്രസ്ഥാശ്രമികൾക്ക് സമ്മതമായിരിക്കുന്ന തപസ്സിനെ ആരംഭിച്ചു. അതാണ് തത്ര വാനപ്രസ്ഥാനാം സമ്മതം തപഹ ആരബ്ധവാൻ എന്നതിൽ വ്യാഖ്യാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത ശ്ലോകം നോക്കാം, അഞ്ചാമത്തെ. കന്ദമൂലഫലാഹാര ശുഷ്കപർണാശന ക്വചിൽ അഭക്ഷ കതിചിൽ പക്ഷാൻ വായുഭക്ഷസ്തദപരം. കന്ദമൂലഫലാഹാര ശുഷ്കപർണാശന ക്വചിത് അഭക്ഷ കതിചിത് പക്ഷാൻ വായുഭക്ഷസ്തദപരം. ഇങ്ങനെയാണ് ഇവിടെ അദ്ദേഹം സാധന ചെയ്തിരുന്നത്. ക്വചിൽ ആദ്യം കന്ദമൂലഫലാഹാര, ചില കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ ഭക്ഷിച്ചിട്ട്, കായ്കനികൾ, കിഴങ്ങും കായ്കനികളും ഒക്കെ ഭക്ഷിച്ചിട്ട് പിന്നെ ആഹാരമാക്കിയിട്ട്, പിന്നെ ശുഷ്കപർണാശന, ഉണക്കിലകൾ മാത്രം ആഹാരമാക്കിയിട്ട്, പിന്നെ അതിൽ പിന്നെ ചിലപ്പോൾ ഏതാനും പക്ഷങ്ങളിൽ, മാസങ്ങളിൽ വെള്ളം മാത്രം കുടിച്ചിട്ട്, അഭക്ഷ, വെള്ളം മാത്രം കുടിച്ചിട്ട്, തത്പരഹ, അതിൽ പിന്നെ വായു മാത്രം ഭക്ഷണമായിട്ടും അദ്ദേഹം തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വചിൽ ആദ്യം കന്ദമൂലഫലാഹാര, കിഴങ്ങും കായ്കനികളും ആഹാരമാക്കിയും, അതാണ് കന്ദമൂലഫലാഹാര. പിന്നെ രണ്ടാമത് ശുഷ്കപർണാശന ക്വചിൽ, ചില സമയത്ത് ശുഷ്കപർണാശന, പിന്നീട് ഉണക്കിലകൾ മാത്രം ആഹാരമാക്കിയിട്ടും, പിന്നെ ക്വചിൽ അഭക്ഷ, ചിലപ്പോൾ അഭക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട്, അഭക്ഷ എന്നല്ല, ഭക്ഷ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ആ വെള്ളം കുടിച്ചിട്ടും, കതിജിൽ പലപ്പോഴും വായു മാത്രം, വായുഭക്ഷസ്തത, അതിൽ പിന്നെ ആണ്, പിന്നീട് വായു മാത്രം ഭക്ഷിച്ചിട്ടും തപസ് ചെയ്തു. അപ്പോൾ പദങ്ങളെ ക്വചിൽ ആദ്യം കന്ദമൂലഫലാഹാര, കിഴങ്ങും കായ്കനികളും ആഹാരമാക്കിയും, ശുഷ്കപർണാശന, പിന്നീട് ഉണക്കിലകൾ മാത്രം ആഹാരമാക്കിയും, കതിച്ചിൽ, അതിൽ പിന്നെ ഏതാനും പക്ഷങ്ങൾ, അഭക്ഷ, വെള്ളം മാത്രം കുടിച്ചും, തതഃ പരം, അതിൽ പിന്നെ വായുഭക്ഷ, വായു മാത്രം ഭക്ഷണമായിട്ടും തപസ് ചെയ്തു. അപ്പോൾ ക്രമേണ ആ വീരനായിരിക്കുന്ന മുനി വല്ലപ്പോഴും കിഴങ്ങ്, വേര്, ഫലങ്ങൾ എന്നിവ ഭക്ഷിച്ചും, കുറേ മാസങ്ങൾ വെള്ളം മാത്രം കഴിച്ചും, പിന്നെ കുറേ പക്ഷങ്ങൾ വായു മാത്രമായും, വേനൽക്കാലത്ത് പഞ്ചാഗ്നിമധ്യത്തിലിരുന്ന് തപസ് ചെയ്തും, മഴക്കാലത്ത് മഴ മുഴുവൻ, അപ്പോൾ അത് അടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. വീരനായിരിക്കുന്ന മുനി വല്ലപ്പോഴും കിഴങ്ങ്, വേര്, ഫലങ്ങൾ എന്നിവ ഭക്ഷിച്ചും, കുറേ മാസങ്ങൾ വെള്ളം മാത്രം കഴിച്ചും, പിന്നെ കുറേ പക്ഷങ്ങൾ വായു മാത്രം കഴിച്ചും കഴിഞ്ഞു. അപ്പോൾ ഉഗ്രമായ തപസ്സിൻ്റെ നിയമങ്ങളെ 3 ശ്ലോകം കൊണ്ട് കാണിക്കുകയാണ്. കിഴങ്ങുകൾ, മൂലങ്ങൾ, കായകൾ എന്നിവയെ കുറേ കാലം ഭക്ഷിച്ചു, പിന്നെ ഉണക്കിലകളെ ഭക്ഷണമായിട്ട് സ്വീകരിച്ചു, കുറേ പക്ഷങ്ങളിൽ ജലം മാത്രമായും, അതിൽ പിന്നെ വായു മാത്രവും ആഹാരമാക്കിയിട്ട് കഴിച്ചു. വീരനായിരിക്കുന്ന അദ്ദേഹം ആദ്യം കിഴങ്ങുകൾ, വേരുകൾ, ഫലങ്ങൾ എന്നിവ ഭക്ഷിച്ചു. പിന്നീട് കുറേ കാലം ഉണക്കിലകൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. അതും നിർത്തി കുറേ കാലം ജലം മാത്രം പാനം ചെയ്ത് ജീവിച്ചു. ഒടുവിൽ അതും ഉപേക്ഷിച്ച് വായു മാത്രം ആയി ആഹാരം. ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ കഞ്ചിത് കാലം, കുറച്ചു കാലം, കഞ്ചിത് കാലം കന്ദമൂലഫല ശുഷ്കപർണാഹാര, കന്ദങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കന്ദം, മൂലം, വേരുകൾ, ഫലങ്ങൾ, ഉണങ്ങിയ ഇലകൾ ഒക്കെ ആഹാരമായിട്ട് കുറച്ചു കാലം അങ്ങനെ കഴിച്ചുകൂട്ടി. കഞ്ചിൽ കാലം കന്ദമൂലഫല ശുഷ്കപർണാഹാര, പിന്നെ കഞ്ചിത് അഭക്ഷ, ക്വചിത് അഭക്ഷ, പലപ്പോഴും വെള്ളം കുടിച്ചും, ക്വചിത് വായുഭക്ഷ, പിന്നെ വായു മാത്രം ഭക്ഷിച്ചും അദ്ദേഹം കഴിഞ്ഞു. ഒന്നുകൂടി പറയാം. കഞ്ചിത് കാലം കന്ദമൂലഫല ശുഷ്കപർണാഹാര, കുറച്ചു കാലം കിഴങ്ങ് വർഗ്ഗങ്ങൾ, കായ്കനികൾ, അതുപോലെ ഉണക്കിലകൾ ഇവയൊക്കെ ഭക്ഷിച്ചും, ക്വചിത് അഭക്ഷ, കുറച്ചു കാലം, പിന്നീട് കുറച്ചു കാലം വെള്ളം കുടിച്ച് മാത്രം, ക്വചിത് വായുഭക്ഷ, പിന്നെ
വായു മാത്രം ആഹാരമാക്കിയിട്ടും കഴിഞ്ഞു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം, ആറാമത്തെ ശ്ലോകം നോക്കാം. ഗ്രീഷ്മേ പഞ്ചതപാവീരോ വർഷാസ്വാസാരഷാൺമുനി ആകണ്ഠമഗ്നഃ ശിശിര ഉദകേ സ്ഥണ്ഡിലേശയഃ. ഗ്രീഷ്മേ പഞ്ചതപാവീരോ വർഷാസ്വാസാരഷാൺമുനി ആകണ്ഠമഗ്നഃ ശിശിര ഉദകേ സ്ഥണ്ഡിലേശയഃ. അതായത് വീരനായിരിക്കുന്ന അദ്ദേഹം വേനൽക്കാലത്ത് പഞ്ചതപാഹ, പഞ്ചാഗ്നികളുടെ ഉഷ്ണം സഹിച്ച്, വേനൽക്കാലത്ത് ഉഷ്ണം സഹിച്ചും മഴക്കാലത്ത് പെരുമഴയത്ത് നിന്നും ആസാരഷാട്ട്, പെരുമഴയത്ത് നിന്നിട്ടും മഞ്ഞുകാലത്ത് ശിശിരേ ഉദകേ, വെള്ളത്തിൽ കഴുത്തോളം മുങ്ങി നിന്നിട്ടും സ്ഥണ്ഡിലേശയ, നിലത്ത് മാത്രം കിടന്നുറങ്ങിയിട്ടും, സ്ഥണ്ഡിലേശയ എന്ന് പറഞ്ഞാൽ നിലത്ത് മാത്രം കിടന്നുറങ്ങിയിട്ടും ആ മുനിചര്യ കൈക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. എന്താ പറഞ്ഞത്? ഗ്രീഷ്മേ എന്താണ് വേനൽക്കാലത്ത് പഞ്ചതപാഹ, പഞ്ചാഗ്നി അഗ്നികളുടെ ഉഷ്ണം സഹിച്ചുകൊണ്ട്, പഞ്ചതപാ വീരോ, വീരനായിരിക്കുന്ന അദ്ദേഹം വർഷാസ്വാസാര, വർഷകാലത്ത് വർഷാസു ആസാരഷാ, പെരുമഴയത്ത് നിന്നും, പെരുമഴയത്ത് ഇങ്ങനെ നിന്നിട്ടും, അതുപോലെ ശിശിരേ ഷാൺമുനി, ശിശിരേ ശിശിരമാസത്തിൽ മഞ്ഞുകാലത്ത് ഉദകേ, ആ ഉദകേ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ആകണ്ഠമഗ്നഃ, വെള്ളത്തിൽ കഴുത്തോളം മുങ്ങി നിന്നും, വെള്ളം തണുപ്പുകാലത്ത് സ്ഥണ്ഡിലേശയഃ, എല്ലാ കാലത്തും എക്കാലവും നിലത്ത് മാത്രം കിടന്നുറങ്ങിക്കൊണ്ടും ആ മുനിചര്യ കൈക്കൊണ്ട് അദ്ദേഹം തപസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഗ്രീഷ്മേ പഞ്ചതപാവീരോ വർഷാസ്വാസാര ഷാൺമുനി ആകണ്ഠമഗ്നഃ ശിശിരേ ഉദകേ സ്ഥണ്ഡിലേശയ. അപ്പോഴത്തെ പദങ്ങളെ വീരഹ, വീരനായിരിക്കുന്ന അദ്ദേഹം, ഗ്രീഷ്മേ വേനൽക്കാലത്ത്, പഞ്ചതപാഹ പഞ്ചാഗ്നികളുടെ ഉഷ്ണം സഹിച്ചും, വർഷാസു മഴക്കാലത്ത്, ആസാരഷാൻ പെരുമഴയത്ത് നിന്നും, ശിശിരേ മഞ്ഞുകാലത്ത്, ഉദകേ വെള്ളത്തിൽ, ആകണ്ഠമഗ്നഃ കഴുത്തോളം മുങ്ങി നിന്നും, സ്ഥണ്ഡിലേശയ എക്കാലവും നിലത്ത് മാത്രം കിടന്നുറങ്ങിക്കൊണ്ടും, മുനിഹി മുനിചര്യ കൈക്കൊണ്ടു എന്നുകൂടി പറയാം. വീരഹ സഹ, വീരനായിരിക്കുന്ന അദ്ദേഹം, ഗ്രീഷ്മേ വേനൽക്കാലത്ത്, പഞ്ചതപാഹ പഞ്ചാഗ്നികളുടെ ഉഷ്ണം സഹിച്ചും, വർഷാസു മഴക്കാലത്ത്, ആസാരഷാൻ പെരുമഴയത്ത് നിന്നും, ശിശിരേ മഞ്ഞുകാലത്ത്, ഉദകേ വെള്ളത്തിൽ, ആകണ്ഠമഗ്നഃ കഴുത്തോളം മുങ്ങി നിന്നും, സ്ഥണ്ഡിലേശയ എക്കാലവും നിലത്ത് മാത്രം കിടന്നുറങ്ങിക്കൊണ്ടും, മുനിഹി മുനിചര്യ കൈക്കൊണ്ടു. അപ്പോൾ വീരഹ സഹ ഗ്രീഷ്മേ പഞ്ചതപാഹ വർഷാസു ആസാരഷാൻ ശിശിരേ ഉദകേ ആകണ്ഠമഗ്നഃ സ്ഥണ്ഡിലേശയ മുനിഹി. വീരഃ ഗ്രീഷ്മേ പഞ്ചതപാഹ വർഷാസു ആസാരഷാൻ ശിശിരേ ഉദകേ ആകണ്ഠമഗ്നഃ സ്ഥണ്ഡിലേശയ മുനിഹി. അപ്പോൾ വീരനായിരിക്കുന്ന അദ്ദേഹം വേനൽക്കാലത്ത് ആ പഞ്ചാഗ്നികളുടെ ഉഷ്ണം സഹിച്ചും, മഴക്കാലത്ത് പെരുമഴയത്ത് നിന്നും, മഞ്ഞുകാലത്ത് വെള്ളത്തിൽ കഴുത്തോളം മുങ്ങി നിന്നും, നിലത്ത് മാത്രം എക്കാലവും കിടന്നുകൊണ്ടും മുനിചര്യ കൈക്കൊണ്ടു. അപ്പോൾ ആഹാരം, വായു മാത്രം ആഹാരമായി വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു. മഴക്കാലത്ത് പെരുമഴ മുഴുവനും കൊള്ളും. ശീലനായിരുന്നു. തണുപ്പുകാലത്ത് കഴുത്തുവരെ വെള്ളത്തിൽ മുങ്ങി ഇരിക്കും. കിടപ്പ് നിലത്ത് മാത്രം എല്ലാം സഹിക്കും. അത്യാവശ്യമായത് മാത്രം സംസാരിക്കും. അത് അടുത്തതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞു. അതായത് വീരനായിരിക്കുന്ന അദ്ദേഹം ആദ്യം കിഴങ്ങുകൾ, വേരുകൾ, ഫലങ്ങൾ എന്നിവ ഭക്ഷിച്ചു. പിന്നീട് കുറേ കാലം ഉണങ്ങിയ ഇലകളായിരുന്നു ഭക്ഷണം. അതും നിർത്തി കുറേ കാലം ജലപാനം ചെയ്ത് ജീവിച്ചു. ഒടുവിൽ അതും ഉപേക്ഷിച്ച് വായു മാത്രമായി ആഹാരം. വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു. മഴക്കാലത്ത് പെരുമഴ മുഴുവനും കൊള്ളും. മനനശീലനായിരുന്നു. തണുപ്പുകാലത്ത് കഴുത്തുവരെ വെള്ളത്തിൽ മുങ്ങിയിരിക്കും. കിടപ്പ് നിലത്ത് മാത്രം. അങ്ങനെ എല്ലാം സഹിക്കും. അപ്പോൾ ഉഷ്ണകാലത്ത് 4 ഭാഗത്തും 4 അഗ്നിയുടെ മുകളിൽ സൂര്യനും
അങ്ങനെ പഞ്ചാഗ്നിയുടെ നടുവിൽ നിന്നും മഴക്കാലങ്ങളിൽ വർഷധാരകളെ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടും തണുപ്പുകാലങ്ങളിൽ കണ്ഠം വരെ ജലത്തിൽ അമർന്നുകൊണ്ടും തപസ് ചെയ്തു. എല്ലായ്പ്പോഴും വിചാരശീലനായിട്ടും നിലത്ത് കിടക്കുന്നവനായിട്ടും മുനി തൻ്റെ ആ എന്താ പറഞ്ഞിരിക്കണ വേനൽക്കാലത്ത് ആ പഞ്ചാഗ്നി മധ്യത്തിലിരുന്ന് തപസ് ചെയ്തും മഴക്കാലത്ത് മഴ മുഴുവൻ കൊണ്ടും തണുപ്പുകാലത്ത് കഴുത്തുവരെ വെള്ളത്തിൽ നിന്നും സർവവും സഹിച്ച് മൗനിയായിട്ട് അദ്ദേഹം കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. വ്യാഖ്യാനത്തിൽ തതഃ പരം, അതിൽ പിന്നെ ഗ്രീഷ്മേ, വേനൽക്കാലത്ത് പഞ്ചതപാഹ, പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു. അതുപോലെ വർഷാഷു, ആ വർഷകാലത്ത് പർജന്യ സഹ, ആ മഴ കൊണ്ടുകൊണ്ട് തപസ് ചെയ്തു. പിന്നെ ശീതകാലത്തിൽ ഉദകേ, വെള്ളത്തിൽ ആകണ്ഠം കഴുത്തും ഏറ്റവും വെള്ളത്തിൽ നിന്നിട്ട് തപസ് ചെയ്തു. ഒന്നുകൂടി പറയാം. തതഃ പരം ഗ്രീഷ്മേ പഞ്ചതപാഹ, അതിൽ പിന്നെ ആ വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു. വർഷാഷു പർജന്യസഹ, ആ വർഷകാലത്ത് ആ മഴയിൽ കുളിച്ചുകൊണ്ട് തപസ് ചെയ്തു. അതിന് മഴയെ സഹിച്ചുകൊണ്ട്. ആ ശീതകാലേ ഉദകെ, ശീതകാലത്തിൽ ആ വെള്ളത്തിൽ ആകണ്ഠമഗ്ന, കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് തപസ് ചെയ്തു. തതഃ പരം ഗ്രീഷ്മേ പഞ്ചതപാഹ വർഷാഷു പർജന്യസഹ ശീതകാലേ ഉദകേ ആകണ്ഠമഗ്ന. അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. തിദിക്ഷുര്യതവാഗ്ദാന്ത ഊർധ്വരേതാ ജിതാനിലഃ. തിദിക്ഷുര്യതവാഗ്ദാന്ത ഊർധ്വരേതാ ജിതാനിലഃ ആരിരാധയിഷു കൃഷ്ണമചരത്തപൗത്തമം. തിദിക്ഷുര്യതവാഗ്ദാന്ത ഊർധ്വരേതാജിതാനിലഃ ആരിരാധയിഷു കൃഷ്ണമചരത്തപൗത്തമം. അതായത് മഹാവിഷ്ണുവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് ഇച്ഛിച്ചുകൊണ്ട് കൃഷ്ണമചരത്തപ, സഹനശീലം, തിദിക്ഷു സഹനശീലം, യതവാക് നിയന്ത്രിതമായ ആ സംഭാഷണം, സഹനശീലം നിയന്ത്രിതമായിരിക്കുന്ന സംഭാഷണം. പിന്നെ ദാന്തഃ ജിതേന്ദ്രിയത്വം, ആ ഇന്ദ്രിയങ്ങളെ ജയിച്ച അവസ്ഥ. പിന്നെ ബ്രഹ്മചര്യം, ഊർധ്വരേതാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം. പിന്നെ ആ പ്രാണായാമത്താൽ സ്വാധീനം, പ്രാണായാമത്തിൻ്റെ സ്വാധീനം കൊണ്ട് ആ ശ്വസനഗതിയെ നിയന്ത്രിച്ചു. എന്നിവയോടെ ആ ഉത്തമമായിട്ടുള്ള വിശേഷപ്പെട്ടിരിക്കുന്ന തപസ് ആചരിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. തിദിക്ഷുര്യതവാഗ്ദാന്തഃ, അദ്ദേഹം സഹനശീലം സ്വീകരിച്ച് യതവാഗ്ദാന്തഃ നിയന്ത്രിതമായിരിക്കുന്ന സംഭാഷണത്തോട് കൂടിയിട്ട് ഊർധ്വരേത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രഹ്മചര്യത്തെ കാത്തു സൂക്ഷിച്ചിട്ട് ജിതാനിലഃ, ആ ജിതേന്ദ്രിയത്വത്തോടു കൂടിയിട്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച് ആരിരാധയിഷു, കൃഷ്ണസമർപ്പണമായിട്ട് ആരാധിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട്, ആ മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് കൃഷ്ണമചരത്തപ, തപസ്സിനെ ആചരിച്ചു. കൃഷ്ണനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആ ഉഗ്രമായിട്ടുള്ള തപസ്സിനെ ആചരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ കൃഷ്ണം, ആ മഹാവിഷ്ണുവിനെ, ആരിരാധയിഷു ആരാധിക്കുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട്, തിദിക്ഷുഹു സഹനശീലം, യതവാക് നിയന്ത്രിതമായിരിക്കുന്ന സംഭാഷണം, ദാന്തഃ ജിതേന്ദ്രിയത്വം, ഊർധ്വരേതാഹ ബ്രഹ്മചര്യം, ജിതാനിലഃ ആ പ്രാണായാമത്താൽ സ്വാധീനിക്കപ്പെട്ട ശ്വാസഗതി എന്നിവയോട് കൂടിയിട്ട് ഉത്തമം വിശേഷപ്പെട്ട തപസ് ആചരിച്ചു. എന്നുകൂടി പറയാം. കൃഷ്ണം മഹാവിഷ്ണുവെ ആരിരാധയിഷു ആരാധിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട്, തിദിക്ഷുഹു സഹനശീലം, യതവാക് നിയന്ത്രിതമായിരിക്കുന്ന സംഭാഷണം, ദാന്തഃ ജിതേന്ദ്രിയത്വം, ഊർധ്വരേതാഹ ബ്രഹ്മചര്യം, ജിതാനിലഃ പ്രാണായാമത്താൽ സ്വാധീനിപ്പിക്കപ്പെട്ട ശ്വാസഗതി എന്നിവയോട് കൂടിയിട്ട്
ഉത്തമം വിശേഷപ്പെട്ടതായിരിക്കുന്ന തപഹ തപസ്സിനെ ആചരിച്ചു. അതിൽ തന്വയം വന്നിട്ട് കൃഷ്ണം ആരിരാധയിഷു തിദിക്ഷുഹു യത വാക് ദാന്തഃ ഊർധ്വരേതാഃ ജിതാനിലഃ ഉത്തമം തപഃ അചരത് എന്നുകൂടി പറയാം. കൃഷ്ണം ആരിരാധയിഷു തിദിക്ഷുഹു യത വാക് ദാന്തഃ ഊർധ്വരേതാഃ ജിതാനിലാഹ ഉത്തമം തപഃ അചരത്. മഹാവിഷ്ണുവെ ആരാധിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് ആ സഹനശീലം, നിയന്ത്രിതമായിരിക്കുന്ന സംഭാഷണം, ജിതേന്ദ്രിയത്വം, ബ്രഹ്മചര്യം, പ്രാണായാമത്താൽ സ്വാധീനിപ്പിക്കപ്പെട്ട ആശ്വാസഗതി എന്നിവയോടെ വിശേഷപ്പെട്ടതായിരിക്കുന്ന തപസ്സിനെ ആചരിച്ചു. അപ്പോൾ അത്യാവശ്യം ആയത് മാത്രം സംസാരിക്കും, എല്ലാം സഹിക്കും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് രേതസ്സിനെ ഊർധ്വമാക്കിയിട്ട് പ്രാണായാമം ശീലിച്ച് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഇപ്രകാരം ഉഗ്രമായിരിക്കുന്ന തപശ്ചര്യ നടത്തി എന്നാണ് പറഞ്ഞത്. പഞ്ചതപ എന്ന 5 അഗ്നികളുടെ ഇടയിൽ തപിക്കുന്ന അവനായിട്ടെന്നർത്ഥം. 5 അഗ്നികൾ ആഹവനീയം, ഗാർഹപത്യം, ദക്ഷിണാഗ്നി, ഔപാസനം എന്നീ അഗ്നികളും 4 ഭാഗത്തേക്ക് മുകളിൽ. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ആദിത്യൻ. ഇതാണ് പറയുന്നത്. ആദ്യം ആഹവനീയം ആയിരിക്കുന്ന അഗ്നി, ഗാർഹപത്യം, ദക്ഷിണാഗ്നി, ഔപാസനം, ഇങ്ങനെ 4 അഗ്നികൾ 4 ഭാഗത്ത്. പിന്നെ മുകളിൽ ആദിത്യൻ. ഇവയാണ് പഞ്ചാഗ്നി. ആ പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ് എന്ന് പറയുന്നത്. ആസാരം എന്ന് പറഞ്ഞാൽ പെരുമഴ, അതിനെ സഹിക്കുന്നവൻ ആസാരഷാട്ട്, അതിനെ സഹിക്കുന്നവൻ ആസാരഷാട്ട് എന്ന് പറയും. ആസാരഷാട്ട് മുനിം, ഷാൺമുനിഹി എന്നൊക്കെ 2 രൂപത്തിൽ പറയാം. ഇവിടെ രണ്ടാമത്തേതാണ്. ഊർധ്വരേത എന്നാൽ ആ സന്ദർഭാനുസാരേണ ബ്രഹ്മചര്യം പൂർണ്ണമായിട്ട് ആചരിക്കുന്നവൻ എന്നർത്ഥം. യത വാക് എന്നാൽ ആ വാക്കിനെ അടക്കിയവൻ എന്നർത്ഥം. പരിമിതമായിരിക്കുന്ന വാക്കുകളോട് കൂടിയവൻ എന്നർത്ഥം. അങ്ങനെ പത്നി സമേതനായി ആകയാൽ ഇവിടെ രണ്ടാമത്തേതാണ് കൂടുതൽ ഉചിതം. അപ്പോൾ ബ്രഹ്മചര്യം, സത്യം, മൗനം, സ്വധർമാനുഷ്ഠാനം, ശീതോഷ്ണാദി സഹനം, മിതാഹാര വിഹാരാദികൾ എന്നിവയാണ് ആ തപസ്സിൻ്റെ അംഗങ്ങൾ ആയിട്ട് യോഗശാസ്ത്രം വീക്ഷിക്കുന്നത്. എന്തൊക്കെ? ബ്രഹ്മചര്യം, സത്യം, മൗനം, സ്വധർമാനുഷ്ഠാനം, ശീതോഷ്ണാദി സഹനം, മിതാഹാര വിഹാരാദികൾ ഇവയാണ് ആ തപസ്സിൻ്റെ അംഗങ്ങളായിട്ട് യോഗശാസ്ത്രം വീക്ഷിക്കുന്നത്. ആ തപസ്സിൻ്റെ അംഗങ്ങൾ ബ്രഹ്മചര്യം, തപോ, മൗനം, ക്ഷാന്തിരാഹാരലാഘവം ഇത്യേതത് തപസാം രൂപം സുധീരം പഞ്ചലക്ഷണം അഭവിഷ്യ ബ്രാഹ്മണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വാനപ്രസ്ഥക്കാർക്ക് കായക്ലേശം ഉണ്ടാക്കുന്നതെന്ന അർത്ഥത്തിൽ തപശബ്ദം രൂഢിയാണ്. വാനപ്രസ്ഥാനാം കായക്ലേശപ്രധാനത്വാൽ തപശബ്ദസ്യ തത്ര രൂഢേ. വാനപ്രസ്ഥാശ്രമികൾക്ക് സ്മൃതികളിൽ വിധിക്കപ്പെട്ട അനുഷ്ഠാനങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞവ. ആഹാരക്രമം ഫലമൂല ഫലൈർവാപി കേവലൈർവർത്തയേൽ സദാ കാലപക്വൈഃ സ്വയം സ്മൃതിഃ കാലപക്വൈഃ സ്വയം ശീർണൈർ വൈഖാനസമതേ സ്ഥിതഃ. മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. വൃക്ഷവാസോ മിതാശനഃ വായുഭക്ഷഃ യാജ്ഞവൽക്യസ്മൃതിയിൽ. അപ്പോൾ അഗ്നീനുപചാരേൻ നിത്യം ആഹരേത് ശംഖസ്മൃതിയിൽ പറയുന്നുണ്ട്. തപശ്ചര്യാക്രമം ഇപ്രകാരം സംഗ്രഹിക്കാം. ഗ്രീഷ്മേ പഞ്ചതപാസ്തു സ്യാദ് വർഷാത് സ്വഭ്രാവകാശികഃ ആർദ്രാവാസാസ്തു ഹേമന്തേ ക്രമശോ വർദ്ധയംസ്തപഃ. അഭ്രാവകാശി എന്നാൽ ആ മഴ നനയുന്നവൻ എന്നാണ് അർത്ഥം. ആർദ്രവാസന എന്നാൽ നനഞ്ഞ വസ്ത്രം ധരിച്ചവൻ എന്നർത്ഥം. ഗ്രീഷ്മേ പഞ്ചാഗ്നി മധ്യസ്ഥോ വർഷാസു സ്ഥണ്ഡിലേശയ
ആർദ്രവാസാസ്തു ഹേമന്തേ ശക്തിയാ വാപി തപശ്ചരേത്. യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിൽ പറയണതെന്നർത്ഥം. അപ്പോൾ അത് പ്രകാരമുള്ള തപസ്സാണ്, വിശേഷപ്പെട്ട തപസ്സാണ് അദ്ദേഹം ചെയ്തത്. ആർദ്രവാസാസ്തു ഹേമന്തേ ഗ്രീഷ്മേ പഞ്ചതപാസ്തഥാ പ്രാവിശ്യാകാശായീ ച നക്താശീ ച സദാ ഭവേത്. ഗ്രീഷ്മേ ചൈത്ര്യാദിമാസ ചതുഷ്ടയേ വർഷാസു ശ്രാവണാദിമാസ ചതുഷ്ടയേ ഹേമന്തേ മാർഗശീർഷാദിമാസ ചതുഷ്ടയേ എന്ന് വിശേഷ വിജ്ഞാനേശ്വരൻ പറയുന്നുണ്ട്. ഗ്രീഷ്മകാലം എന്നാൽ ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം എന്നീ 4 മാസങ്ങൾ ചേർന്നതാണ് ഗ്രീഷ്മകാലം, അതായത് വേനൽക്കാലം. വർഷകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം, കാർത്തികം എന്നീ 4 മാസങ്ങൾ ചേർന്നതാണ്. ഹേമന്തകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം എന്നിവ ചേർന്ന കാലമാണ്. ഓരോന്നിലും ഈ 2 ഋതുക്കൾ വരും. ഋതുക്കൾക്ക് ഈ 2 മാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആ പഞ്ചാഗ്നി മധ്യത്തിലിരുന്ന് തപസ് ചെയ്ത് മഴക്കാലത്ത് ആ മഴ മുഴുവൻ കൊണ്ടും തണുപ്പുകാലത്ത് കഴുത്ത് വരെ വെള്ളത്തിൽ നിന്നുകൊണ്ടും സർവവും സഹിച്ച് മൗനിയായിട്ട് ഇന്ദ്രിയങ്ങളടക്കി ബ്രഹ്മചര്യം പാലിച്ച് പ്രാണൻ നിയന്ത്രിച്ച് ഭഗവതാരാധന ആഗ്രഹിച്ച് ഉത്കടമായിരിക്കുന്ന തപസ് അദ്ദേഹം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം എന്നിവ നിമിത്തം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളെ സഹിക്കുന്നവനും വാക്കുകളെ അടക്കിയവനും ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തിയവനും മൈഥുനേച്ഛയെ ജയിച്ചവനും പ്രാണായാമത്താൽ ശ്വാസജയം സമ്പാദിച്ചവനും ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കണമെന്നുള്ള സങ്കല്പത്തോടു കൂടിയവനുമായിട്ട് ആ ഉത്തമമായിരിക്കുന്ന തപസ്സിനെ അദ്ദേഹം ആചരിച്ചു. അപ്പോൾ ഇവിടെ അതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. ജിതപ്രാണ, ആ പ്രാണനെ ജയിച്ച് കൃഷ്ണമാരാധയൻ, കൃഷ്ണനെ ആരാധിക്കണം എന്നുള്ള ആരാധയൻ പരം, അതിനു വേണ്ടിയിട്ട് ആ പരമമായിരിക്കുന്ന തപസ്സിനെ തപഃ ആചരത്. ജിതപ്രാണ കൃഷ്ണമാരാധയൻ പരം തപ ആചരത്. ആ പ്രാണനെ ജയിച്ചുകൊണ്ട് കൃഷ്ണനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് പരമമായിരിക്കുന്ന തപസ്സിനെ ആചരത്, പരം തപ ആചരത്. ജിതപ്രാണ കൃഷ്ണമാരാധയൻ പരം തപ ആചരൻ എന്നുള്ളതാണ് 7ാമത്തെ 5, 6, 7 ശ്ലോകങ്ങളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. ഹരേ കൃഷ്ണ.